I'm Yamanda Faidari. 2025 end ചെയ്ത് 2026 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇൻഷാല്ലാ. I expected that more great than 2025. ഞാൻ വിഷ് ചെയ്യുന്നു എല്ലാവർക്കും അതേപോലെ ആവട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ വെച്ചിട്ടുള്ള കുറച്ച് പ്ലാൻസും തോട്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. 2025 ഞാൻ കുറച്ച് ഗോൾസൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഈ പറയുന്നതിന് മുന്നേ നിങ്ങളൊരു പേനയോ ബുക്കോ പേപ്പറോ എന്തെങ്കിലും കൈ വെച്ച് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ അറിയതൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. എൻ്റെ മാത്രം ആക്കണ്ട, ബട്ട് ഒരുപാട് ഐഡിയോളജീസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എല്ലാത്തിനും പ്രോപ്പർ പ്ലാനിങ്. അതിൻ്റെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. ഞാനിതിൽ കരുതിയിട്ടുള്ളത് 1 by 1 ആയിട്ട് ഓരോ വീഡിയോ ചെയ്യാന്നുള്ളത്. അതായത് ഓരോന്നും പറഞ്ഞ് പോണേതാണ്ട് നല്ലത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ 1 by 1 ആയിട്ട് തരണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ടോപ്പിക്സിനെ പറ്റിയാണ്. നമുക്ക് ഒരു ജസ്റ്റ് സ്റ്റാർട്ടപ്പിന് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പുറമേ നമ്മളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ആ ഗോളിനെ ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളതിനെ പറ്റിയാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് വണ്ണാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അല്ലെങ്കിൽ ഫോൺ, കമ്പ്യൂട്ടർ, ഗെയിമിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ലോങ് അതായിരിക്കും. അതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ അത് കേൾക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ തോന്നും, ബട്ട് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വിച്ച് മീൻസ് ഇത് യൂട്യൂബ്, നമ്മൾ ഷോർട്സ്, റീൽസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഡോപ്പമിൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏറ്റവും പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഡോപ്പമിൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഫോൺ കിട്ടുമ്പോഴാണ് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫിക്കേഷൻ വരുന്നത്. എന്നാൽ ആ ഒരു എഫേർട്ട്, ആ ഒരു ടൈം നിങ്ങൾ എല്ലാ ദിവസവും വേണ്ട, ഒരു 1 വീക്ക് ചെയ്താൽ ആ ഡോപ്പമീൻ ആ ഫോൺ കാണുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ബുക്ക് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫോൺ കാണുന്ന ഫീലിങ്സ് വരുന്നത്, ആ ഒരു ടൈമിൽ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ വരും എന്നുള്ളതാണ് നമ്മളൊരു സൈക്കോളജിക്കലി പറയുന്നത്. ഇത് ഞാൻ ലേൺ ചെയ്തത് വെൻ ഐ വാസ് ഇൻ 9th. ഞാൻ 8th എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂൾ തുടക്കം ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് അതായത് ന്യൂ സിലബസ്, അതായത് പുതിയ വിഷയങ്ങൾ കയറി വരിക, അതായത് ഉള്ള വിഷയം ഒന്നുപാടെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഇപ്പോൾ ഹൈസ്കൂളത്തെ കുട്ടികളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ട് 8th വന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഒബ്വിയസ്ലി അതിൽ യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല. ഇനി അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ഞാൻ ഇപ്പോൾ 8th ഞാൻ നിർത്താൻ, അതിൽ യാതൊരു കാര്യമില്ല. ഇനി അതിനെങ്ങനെ ഓവർകം